ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഡൊമിനിയോ ദീപക്സ്. ഞാനും ശിഖയും ഡിന്നർ കഴിക്കാൻ ഇറങ്ങിയതാണ്. ഒരു വ്യത്യസ്തമായ ഡിന്നർ കഴിക്കണമെന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹം തോന്നിയത് കൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ട്രിവാൻഡ്രത്ത് കൊറോങ്കോണത്ത് ബേക്കേഴ്സ് ആർച്ച് എന്നും പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇതൊരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻ്റ് ആണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള മെനു ആണ് ഇവിടെ ഉള്ളതെന്ന് അറിയാൻ സാധിച്ചു. ഞങ്ങളുടെ ഫ്രണ്ട് ശ്രീജിത്ത് സാർ ആണ് എനിക്ക് ഈ ഹോട്ടൽ റെക്കമെൻഡ് ചെയ്തത് ആക്ച്വലി. അപ്പം അതനുസരിച്ചാണ് ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ വന്നേക്കുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ മെനു ഒക്കെ ഒന്ന് നോക്കി കേട്ടോ. ഇവിടെ മെക്സിക്കൻ അതുപോലെ മെഡിറ്ററേനിയൻ ടൈപ്പ് ഓഫ് ഡിഷസ് ആണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത്. അപ്പോൾ നമ്മളുടെ നോർമലായിട്ട് കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സിലെ ഒരു ഡിഷസും ഇവിടെ അവൈലബിൾ അല്ല. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിഷസ് ആണെന്ന് പ്രതീക്ഷിക്കാം. അപ്പം ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുഡ് വരുന്നതിന് മുന്നേ നമുക്ക് ഈ ഹോട്ടലിൻ്റെ ആംബിയൻസ് ജസ്റ്റ് ഒന്ന് കണ്ടേച്ച് വരാം. ഈ ബേക്കേഴ്സ് ആർച്ചിലോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ്. അവരുടെ ആ ബോർഡ് വരെ നിൽക്കുന്നത് കണ്ടോ. ഒരു മരത്തിൻ്റെ വേരുകൾക്കിടയിലൂടെയാണ് നമ്മൾ ആ ബോർഡ് തന്നെ കാണുന്നത്. അപ്പം നമ്മളിങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും, ഇതൊരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻ്റ് ആണ്. വളരെ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ. വളരെ ചെറിയ സൗണ്ടിൽ ഇവിടെ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. അതുപോലെ ലൈറ്റിങ്ങും ഒക്കെ വളരെ ഡിമ്മായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു വാട്ടർ ബോഡിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നിറയെ പ്ലാന്റ്സ് ആണ്. ഇവിടെ ഒരു കോഫി ഷോപ്പ് നമുക്ക് കാണാം. സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് തന്നെ നമുക്ക് കഴിക്കാൻ സാധിക്കും. ടോട്ടലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഒരു കൂൾ അറ്റ്മോസ്ഫിയർ അല്ലേ. ഇത് ഇവരുടെ ഒരു ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ. ഇതല്ലാതെ ഇവർക്ക് മറ്റു കിച്ചണുണ്ട്. ഇത് ഇവരുടെ ഒരു ഓപ്പൺ കിച്ചൺ ആണ്. ഞങ്ങൾ വില്ലാമായയുടെ ഒരു വീഡിയോ പണ്ട് കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഇതിനകത്തോട്ട് വരുന്ന ഉടനെ ഏകദേശം ആ ഒരു ഫീലാണ് വരുന്നത്. കാര്യം നിറയെ പ്ലാന്റ്സ് ആണ്. ഇതിപ്പോൾ നമ്മൾ രാത്രിയും കൂടെയാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് വളരെ ഡിം ലൈറ്റിൽ നിറയെ പ്ലാന്റ്സിൻ്റെ നടുവിൽ കുറേ ടേബിൾസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ഔട്ട്ഡോറും ഉണ്ട്, അതുപോലെ ഇൻഡോറും എല്ലാം ഉണ്ട്. ഇത് ഇവരുടെ ഒരു ചെറിയൊരു ലോബി സ്പേസ് ആണ്. ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതുപോലെ ഇതൊരു ചെറിയ ക്യൂബിക്കിൾ, കുറച്ച് പേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ്. 5-6 പേർക്കൊക്കെ ഇവിടെ സുഖമായിട്ടിരിക്കാം. കണ്ടോ, ഇൻഡോർ റെസ്റ്റോറൻറ്റും വളരെ ഡിം ലൈറ്റിൽ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടോണിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. എനിക്ക് ഇങ്ങനത്തെ ടോൺ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇവരുടെ മറ്റൊരു ഡൈനിങ് സ്പേസ് ആണ്. അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന പ്രൈവസി കിട്ടത്തക്ക രീതിയിൽ തന്നെയാണ് ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തേക്കുന്നത്. പിന്നെ ചെറിയ ഗ്രൂപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു റൂമായിട്ട് ചൂസ് ചെയ്തെടുക്കാം. അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ടേബിൾ വേണമെങ്കിൽ വിളിച്ചു പറഞ്ഞ് ബുക്ക് ചെയ്തിട്ട് വരാം കേട്ടോ. അങ്ങനത്തെ ഫെസിലിറ്റി ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇത് ഇവരുടെ ആ ഒരു മെയിൻ റെസ്റ്റോറൻറ്റ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ കംപ്ലീറ്റ് പ്ലാന്റ്സ് ആണ്. എങ്ങോട്ട് തിരിഞ്ഞാലും പ്ലാന്റ്സ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈ പ്ലാന്റ്സിൻ്റെ ഒക്കെ ഇടയിലിരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ, അതും ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ വളരെ ഡിം ലൈറ്റിലിരുന്ന് കഴിക്കാനായിട്ട്. കണ്ടോ എന്താ ആംബിയൻസ് എന്ന് നോക്കിയേ, സൂപ്പർ ആയിട്ടില്ലേ. ശരിക്കും ആ വില്ലാമായ റെസ്റ്റോറൻറ്റിൻ്റെ അതേ ഒരു കൺസെപ്റ്റ് തന്നെയാണ്. ഇത് ഇവരുടെ ഒരു വാഷ് ഏരിയ ആണ്. കണ്ടോ, വാഷ് ബേസിനൊക്കെ ഇരിക്കുന്ന നോക്കി. റെസ്റ്റോറൻറ്റ് കംപ്ലീറ്റ് ഒന്ന് നടന്ന് കണ്ടു കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തിയപ്പോഴത്തേക്ക് എൻ്റെ ഞാനൊരു സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ യുണീക്കായിട്ടുള്ള ഒരു സൂപ്പാണിത്. ഇതിൻ്റെ പേരും വളരെ യുണീക്കാണ്. ഷെഫ്സ് അൺയൂഷ്വൽ ട്വിസ്റ്റ് ചിക്കൻ എന്നാണ്. അപ്പോൾ ആ പേര് പോലെ തന്നെ അതിൻ്റെ ടേസ്റ്റും വളരെ യുണീക്കാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ശരിക്കും സൂപ്പറാണ്. അപ്പോൾ ഈ സൂപ്പിൻ്റെ കൂടെ ഇവർ കഴിക്കാനായിട്ട് ഒരു ബട്ടേർഡ് ബ്രെഡൊക്കെ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഈ ചിക്കനൊക്കെ നല്ല രീതിയിൽ അതിനകത്ത് മെൽറ്റ് ചെയ്തൊരു പ്രത്യേക ഫ്ലേവറാണ് ഇതിന് വരുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ആ സൂപ്പ് അങ്ങ് കുടിച്ചു. അടുത്തതായിട്ട് ഞങ്ങളൊരു ചിക്കൻ മോമോസ് ആണ് ഓർഡർ ചെയ്തത്. ഈ മോമോസിൻ്റെ പേരും ഇവിടെ വളരെ വ്യത്യസ്തമാണ്. തെറിയാക്കി ഗ്യോസ ചിക്കൻ, അങ്ങനെയാണ് ഇതിൻ്റെ പേര് വന്നേക്കുന്നത്. കഴിച്ചു നോക്കാം. ഇതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മോമോസ് ആണ്. സോസും ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഓവർ സ്പൈസി ഒന്നും അല്ല, പക്ഷെ ശരിക്കും നമുക്ക് ഇഷ്ടപ്പെടും. എസ്പെഷ്യലി കിഡ്സിനൊക്കെ നല്ല രീതിയിൽ ഈ മോമോസ് ഇഷ്ടപ്പെടും. ഇതും കൊള്ളാം. ഇതും ഒരു യുണീക്ക് ഡിഷ് തന്നെയാണ്. അങ്ങനെ ഞങ്ങളുടെ മെയിൻ കോഴ്സ് എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും 2 ഡിഷാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഞാനൊരു സ്റ്റേക്കാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ബീഫ് സ്റ്റേക്കാണ്. അതിൻ്റെ പേര് ഏഷ്യൻ സ്റ്റേക്ക് എന്നാണ് ഇവർ തന്നേക്കുന്നത്. ചിക്കൻ അതുപോലെ ഒരു സ്റ്റർ ഫ്രൈഡ് ചിക്കൻ വിത്ത് സ്റ്റീംഡ് റൈസ്.
എൻ്റെ ഈ ഒരു ഡിഷ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ഇവിടുത്തെ ഷെഫ് വന്നിട്ട് എന്നോട് ചോദിക്കുകയുണ്ടായി, എങ്ങനെയാണ് ഈ ബീഫ് നല്ല രീതിയിൽ കുക്കാവണോ അതോ കുറച്ച് ഹാർഡായിട്ടിരിക്കാമോ, പിന്നെ അതുപോലെ എത്രത്തോളം സ്പൈസി ആക്കാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് ശരിക്കും പറഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്യുന്ന രീതിയിൽ ചോദിച്ചിട്ടാണ് എനിക്ക് ഈ ഡിഷ് പ്രിപ്പയർ ചെയ്ത് തന്നേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ബീഫ് കൂടാതെ ഇതിനകത്ത് മാഷ്ഡ് പൊട്ടാറ്റോ ഉണ്ട്, അതുപോലെ കുറച്ച് ബോയിൽഡ് വെജിറ്റബിൾസ് ഉണ്ട്, പിന്നെ ഒരു സോസ് തന്നിട്ടുണ്ട് ഡിപ്പ് ചെയ്ത് കഴിക്കാനായിട്ട്. അതിൻ്റെ കൂടെ ഒരു ബ്രെഡും കുറച്ച് ബട്ടറൊക്കെ പുരട്ടിയ ഒരു ബ്രെഡും അവൈലബിൾ ആണ്. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഈ മാഷ്ഡ് പൊട്ടറ്റോയും അതുപോലെ ഈ ബീഫും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ പ്ലസ് ഈ ബോയിൽഡ് വെജിറ്റബിൾസ്. നോർമലി നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്ന ആ ഒരു ബീഫിൻ്റെ ഡിഷസിനകത്ത് ചേർക്കുന്ന യാതൊരു ഇൻഗ്രീഡിയൻസും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. തീർത്തും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. പിന്നെ അത്ര സോഫ്റ്റും ആയിരുന്നില്ല, കുറച്ച് ഹാർഡാണ് കേട്ടോ. അത് അങ്ങനെയാണ് ഈ സ്റ്റേക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഇങ്ങനത്തെ ഫുഡ് താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ഡിഷ് വളരെയധികം ഇഷ്ടപ്പെടും. ഞാൻ എന്തായാലും നല്ല രീതിയിൽ ഇത് എൻജോയ് ചെയ്തു. സ്റ്റിർ ഫ്രൈഡ് ചിക്കൻ വിത്ത് റൈസ്, അതാണ് ശിഖ കഴിക്കുന്നത്. ഞാനും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ഇതിനകത്ത് റൈസ് സ്റ്റീം ചെയ്തെടുത്തേക്കാണ്, പക്ഷേ ചിക്കൻ വന്നിട്ട് പ്രത്യേക തരം സോസിലൊക്കെ ഇട്ടാണ് ഇവർ ചെയ്തേക്കുന്നത്. ഓവർ സ്പൈസി ഒന്നുമല്ല, അതിനകത്ത് കുറേ വെജിറ്റബിൾസും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റൈസും ഈ ചിക്കനും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. അത്ര ഭയങ്കരമായിട്ടുള്ള എരിവൊന്നും ഇല്ല, പക്ഷേ എന്നാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. 2 ഡിഷസും ഞങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ കഴിച്ചു തീർത്തു. നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഡിന്നർ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ 2 പേരും ഓരോ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തായിരുന്നു. ഒരെണ്ണം ബെറി ബ്ലോസം എന്നും പറഞ്ഞിട്ടൊരു മോക്ടെയിലും ഞാനൊരു പീച്ചൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഐസ് ടീമാണ്. അപ്പോൾ ഇത്രയും നല്ല ഹെവി ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പം ഇങ്ങനെ ഒരു ഡ്രിങ്ക് കൂടെ കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് വളരെ പ്ലീസിങ് ആണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ചിക കഴിക്കുന്നതിനകത്ത് സ്ട്രോബെറി പിന്നെ എന്തോ ചെറിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതും നന്നായിട്ടുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. ഞാൻ കഴിച്ചു നോക്കിയില്ല. നമ്മൾ ഈ ഡ്രിങ്ക് കഴിച്ചു കഴിഞ്ഞ ഉടനെ ഇവിടുത്തെ ഷെഫ് ഞങ്ങൾക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി, ഒരു ട്രോപ്പിക്കൽ ട്രീറ്റ് എന്ന് പറയുന്ന 2 ഡെസേർട്ട് പോലത്തെ ഐറ്റം നമുക്ക് കഴിക്കാനായിട്ട് തന്നു, ടേസ്റ്റ് ചെയ്യാനായിട്ടു. ഇതിന് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ തേങ്ങയുടെയും അതുപോലെ ശർക്കരയുടെയും ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. വളരെ ഒത്തിരി മധുരമൊന്നുമില്ല, പക്ഷേ വളരെ രസകരമായിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. ഒരെണ്ണത്തിനകത്ത് ശർക്കര കൂടുതലായിട്ടും മറ്റേതിനകത്ത് കോക്കനട്ട് കൂടുതലായിട്ടുള്ളൊരു ടേസ്റ്റിലാണ് ഇവർ ഈ 2 ഡെസേർട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തന്നത്. ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നതാണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ ഷെഫ് ഞങ്ങൾക്ക് ഇത് കോംപ്ലിമെൻ്റ് ആയിട്ട് ഇതിനകത്ത് ഒരു ഐറ്റം, ഈ കാണുന്ന ട്രോപ്പിക്കൽ ട്രീറ്റ് എന്ന് പറയുന്ന ഈ ഒരു കോക്കനട്ട് ആൻഡ് പാം ജാഗറി സ്പ്രെഡാണ്. ഇത് ഞങ്ങൾക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് തന്നു. അപ്പോൾ ബേക്കേഴ്സ് ആർച്ചിൻ്റെ ഫുൾ ടീമിന് ഞങ്ങളുടെ ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ തീർത്തും യുണീക്കായിട്ടുള്ള ഒരു ഡിന്നർ. ഇവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഇത് അറിഞ്ഞിട്ടാണ് വന്നത്. ഇവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള മെനു ആണുള്ളത്. എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് ഇവിടെ കിട്ടുന്നതെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. പക്ഷേ എന്നാലും ഫുഡ് കഴിച്ചപ്പോഴാണ് നമുക്കത് മനസ്സിലായത് എത്രത്തോളം അത് യുണീക്കാണെന്നുള്ളത്. ഇവരിവിടെ യൂസ് ചെയ്യുന്ന ആ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ആ സ്പൈസസ് ഒന്നും നമുക്ക് നോർമലി നമ്മൾ ഹോട്ടൽസിൽ കഴിക്കുന്ന ഡിഷസിന് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് അല്ല വരുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ്. ഞങ്ങൾ കഴിച്ച ഓരോ ഡിഷും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകത ഉണ്ടായിരുന്നു. ഈവൻ അവർ ഈ ഫുഡൊക്കെ കുക്ക് ചെയ്യുന്നത് പോലും, ഇപ്പോൾ ബീഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടാണ് അവരത് ചെയ്യുന്നത്. എത്രത്തോളം കുക്ക് ചെയ്യണം, നന്നായിട്ട് കുക്ക് ചെയ്യണോ അതോ കുറച്ച് ഹാർഡായിരിക്കണോ, അങ്ങനെയൊക്കെ. അതുപോലെ സ്പൈസിനെസ് എത്രത്തോളം ആഡ് ചെയ്യണം എല്ലാം ചോദിച്ച് നമ്മളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ചാണ് അവരത് കുക്ക് ചെയ്ത് തരുന്നത്. അപ്പോൾ ശരിക്കും ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു കേട്ടോ ഈ ഒരു മെക്സിക്കൻ ടൈപ്പ് ഓഫ് ഡിഷസ്. പിന്നെ ഇവിടുത്തെ ഈ ഒരു ഇൻറ്റീരിയർ ചെയ്തേക്കുന്ന രീതിയും അതുപോലെ എല്ലാം നമുക്ക് പണ്ട് വില്ലാമായ എന്ന് പറയുന്ന ഹോട്ടൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന് വളരെയധികം ഇക്വലൻ്റായിട്ട് തോന്നി. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല സാമ്യം തോന്നി. അങ്ങനെ ഞാൻ ഇവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 2ഉം സെയിം മാനേജ്മെൻ്റ് ആണെന്നാണ്. പക്ഷേ അവിടെ കിട്ടുന്ന ഡിഷസ് വേറെ ടൈപ്പാണ്, ഇവിടെ കിട്ടുന്നത് മറ്റൊരു ടൈപ്പാണ്. എന്തിനാണെങ്കിലും ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സോ ആയിട്ടോ വന്നു കഴിഞ്ഞാൽ വളരെ പീസ്ഫുള്ളായിട്ടിരുന്ന് കഴിക്കാൻ പറ്റിയൊരു റെസ്റ്റോറൻ്റാണ്. ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻ്റാണ്. പക്ഷേ പല സ്ഥലത്തായിട്ട് അവർ സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല പ്രൈവസി നമുക്ക് കിട്ടും. അപ്പം ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ഇന്നത്തെ ഈ ഒരു ഡിന്നർ ഞങ്ങൾ 2 പേരും എൻജോയ് ചെയ്തു. കഴിച്ച എല്ലാ ഡിഷസും യുണീക്ക് തന്നെയായിരുന്നു. നിങ്ങളും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻസ് കൂടെ ഒന്ന് തരിക. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. മറ്റൊരു സൂപ്പർ വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.